നീ എന്താ മനസ്സിലാക്കിയത്? ഇതിന്റെ ഉള്ളിൽ നിനക്കല്ലാതെ മറ്റൊരാൾക്കൊരു സ്ഥാനം ചെറുതായിട്ടെങ്കിലും കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് വൈദേഹി. നിനക്ക് മാത്രം അവകാശപ്പെട്ട എന്റെ ജീവിതം മറ്റൊരാളുമായി എങ്ങനെ പങ്കുവെക്കാൻ കഴിയും? വൈദേഹി വരുണിനോട് സംസാരിച്ചു. എഴുതി ഇനി അവനെങ്ങാനും ഇതിൽ കളിച്ചിട്ടുണ്ടോന്നറിയാൻ ഞാൻ അവനോട് ചെറുതായിട്ടൊന്ന് ചോദിച്ചു. പക്ഷെ നമ്മളെ വിറ്റ കാശ് അവന്റെ കയ്യില്. ഒന്നും അറിയില്ലെന്ന് അവൻ പറയുന്നു. ഞങ്ങളെ അവിടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. പിന്നെ ഞാനെങ്ങനെ ചെയ്യാന്? നീ വല്ലതും ചെയ്തതായിരിക്കുമെന്നാ ഞാൻ കരുതിയതെന്ന് അവനത് എന്റെ നേരെ തിരിച്ചിട്ടു. ശരിക്കും അവനൊന്നും അറിയാത്തതാണോ, അതോ ഇനി എന്നോട് സംശയം തോന്നിയിട്ട് പറയാത്തതാണോ? എഴുതി അവന് സംശയമില്ലെങ്കിൽ പോലും അവനത് പറയില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞ് അവനത് എന്തിനു പുറത്തു പറയണം? അതിന് എത്ര അടുപ്പുള്ളവരോടാണെങ്കിൽ പോലും. അത് ശരിയാ. ഇപ്രാവശ്യം ബുദ്ധിപരമായിട്ടായിരുന്നു അവന്റെ ഓരോ നീക്കവും. പക്ഷെ എന്താന്ന് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ആ, നമുക്ക് വസുമതിയോട് സംസാരിച്ചാലോ? ചിലപ്പോ എന്തെങ്കിലും ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത് എഴുതി. വസുമതിയോട് സംസാരിച്ചാലേ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും. എന്നാ ഞാൻ ചെന്ന് സംസാരിക്കട്ടെ. അവളോട് സംസാരിക്കേണ്ടത് ഉറുമിളടത്തിയല്ല, ഞാനാ. ശരിക്കും എന്താ സംഭവിച്ചേ? അവൾക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയോന്ന് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കണ എടത്തി. നാളെ സൂര്യൻ അസ്തമിക്കും മുന്ന് ദേവേട്ടൻ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കണം. ശരി, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നാളെ കഴിയുന്നത് വരെ വരുണിന്റെയും സുഹാസിനി ചെറുമയുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. അവരെന്തൊക്കെ പറഞ്ഞാലും അവരെ തന്നെ ഓർമ്മയിലേച്ച് എനിക്ക് സംശയം. എന്റെയും സംശയം അത് തന്നെയാ. അവരുടെ വായിന്ന് വല്ലതും പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. വൈദേഹി, എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയായി ജീവിക്കേണ്ടതെന്നും ഭർത്താവിനൊരു കുഴപ്പം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂടെ നിൽക്കേണ്ടതെന്നും നിന്നെ കണ്ടാ ഇപ്പം ഞാൻ പഠിക്കുന്നത്. നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. നീ ഉറപ്പായിട്ടും വിജയിക്കും. ഈ ധൈര്യം മാത്രം മതി എടുത്തി. ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കാൻ. എടുത്തി വരേണ്ട കാര്യം നോക്ക്. വസുമതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വസുമതി, തമ്പുരാട്ടി, എണീക്കണ്ട. നീ അവിടെ ഇരിക്കും വസുമതി. നിന്നോടൊന്ന് സംസാരിക്കാൻ വന്നതാ. പറഞ്ഞോളൂ തമ്പുരാട്ടി. നാട്ടുകൂട്ടത്തിൽ വെച്ച് ഞാൻ എല്ലാം പറഞ്ഞെങ്കിലും തമ്പുരാട്ടിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. തമ്പുരാട്ടി പറഞ്ഞോളൂ, ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്? എന്റെ ദേവേട്ടനാണ് തെറ്റുകാരനെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്നാലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്റെ വിശ്വാസം മാത്രമല്ല വസുമതി, അത് തന്നെയാണ് സത്യവും. സ്വപ്നത്തിൽ പോലും ദേവേട്ടൻ തെറ്റിയില്ല. ഇതെല്ലാം ഒരു സ്വപ്നമായ മതിയായിരുന്നു തമ്പുരാട്ടി. ഇതൊക്കെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞത് കള്ളമല്ല. അന്ന് നിങ്ങൾ എല്ലാവരും കണ്ടത് സത്യം മാത്രം. എന്നെ നന്നായിട്ട് പഠിപ്പിച്ച് എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തന്ന തമ്പുരാനെ ഞാൻ വെറുതെ നിന്ദിക്കും. അന്ന് രാത്രി തമ്പുരാൻ എന്നെ വിളിച്ചത് സത്യമാണ്. ഞാൻ കേട്ടത് സത്യമാണ്. അവിടെ നടന്നതെല്ലാം സത്യമാണ്. ഭഗവതിയാണേ സത്യം. നാട്ടുകൂട്ടത്തിൽ വെച്ച് ദേവിയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. സത്യം അതേപടി ബോധിപ്പിക്കേണ്ടി വന്നു. ഞാൻ പോലും അറിയാതെ എല്ലാം എന്റെ കൈവിട്ടു പോയി. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം നശിച്ചാലും സാരല്ലെന്ന് കരുതി തമ്പ്രാട്ടിയുടെ ജീവിതം ഞാൻ രക്ഷിച്ചേനെ. ആരും അറിയാണ്ട് ഞാൻ എന്റെ ജീവൻ ഒടുക്കിയേനെ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തെറ്റ് ശരിയാണെന്ന് പറയിക്കാനോ ശരി തെറ്റാണെന്ന് വരുത്തി തീർക്കാനോ അല്ല വസുമതി. സത്യം എന്താണെന്ന് കണ്ടെത്തി ദേവേട്ടന്റെ ജീവൻ രക്ഷിക്കാനാണ് എന്റെ ശ്രമം. അത് ഇനി നിനക്ക് മാത്രമേ സാധിക്കൂ. ഞാൻ എന്താ ചെയ്യണ്ടേ? തമ്പ്രാട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാ. എന്റെ ജീവൻ വേണമെങ്കിലും തരാൻ തമ്പ്രാട്ടി. എന്റെ ഈ ജീവിതം എന്റെ തമ്പ്രാൻ തന്ന ഭിക്ഷയാ. അന്നൊരു ദിവസം തമ്പ്രാട്ടിയും തമ്പ്രാനും രക്ഷിച്ചു തന്ന ജീവനാണിത്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വസുമതി ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. തമ്പ്രാട്ടി, ഇന്ന് ഈ ജീവൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ അതേ പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കും. എനിക്ക് വേണ്ടത് അതല്ല വസുമതി.
ഞാൻ നിന്റെ ജീവൻ എടുക്കാനായിട്ട് വന്നതൊന്നുമല്ല. എന്റെ ജീവിതം സുഗമമാക്കാൻ ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുക്കാനുള്ള സ്വാർത്ഥതയൊന്നും എന്റെ മനസ്സിലില്ല വസുമതി. പക്ഷെ എനിക്ക് വേണ്ടത് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള തെളിവുകളാണ്. അതിന് നിന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എന്നെ സഹായിക്കൂ. നടന്നതല്ല ഞാൻ പറഞ്ഞതല്ല. അന്ന് രാത്രി തമ്പുരാനാ എന്നെ വിളിച്ചത്. ചില സമയങ്ങളിൽ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും സത്യമാവണമെന്നില്ല. ഇത് എന്റെ ദേവേട്ടനെ രക്ഷിക്കാനായി ഞാൻ പറയുന്നതാന്ന് കരുതരുത്. ചില നേരത്ത് നമ്മുടെ കണ്ണും നമ്മുടെ ചെവികളും മായ പോലെ നമ്മുടെ കാഴ്ചകളെ മറച്ചു കളയും. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നിന്നോട് ഒരിക്കലും ഞാൻ നീതികേട് കാണിക്കില്ല. നിന്റെ ജീവിതം നശിപ്പിച്ച വ്യക്തി ആരാണെങ്കിലും അവരെ കൊണ്ട് തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കും. ഇത് കൊട്ടാരം വീട്ടിലെ വൈദേഹി തരുന്ന വാക്കാണ്. ഇനി അതല്ല, അങ്ങനെ ഒരു വൃത്തികെട്ടവൻ നിനക്ക് ഭർത്താവായിട്ട് വേണ്ട എന്നാണെങ്കിൽ അവന് തൂക്കുകയർ ഉറപ്പായിരിക്കും. ഇനി എന്ത് തന്നെ വന്നാലും നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. തമ്പ്രാട്ടി, പക്ഷേ അന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ദേവേട്ടനാണെങ്കിൽ പകരം മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്തോ എന്നുള്ള പേടിയാണോ നിനക്ക്? നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സത്യങ്ങൾ ദൂരത്തെ മരുപ്പച്ച പോലെ വെള്ളമുണ്ടെന്ന് തോന്നിക്കെങ്കിലും അടുത്ത് ചെല്ലുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെയും സത്യമല്ലാത്ത ഒന്ന് സത്യമാണെന്ന് ബ്രഹ്മമുണ്ടാക്കിയിരിക്കുന്നു. ഈ മരുപ്പച്ചയും ബ്രഹ്മമാണെന്ന് ഞാൻ തെളിയിക്കും. ഇന്നലെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്റെ ദേവേട്ടൻ തന്നെയാണ് ആ സ്ഥാനത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വസുമതി. പക്ഷെ നിന്റെ മനസ്സിനോട് ചോദിക്ക്, ശരിക്കുള്ള ഉത്തരം നിനക്ക് കിട്ടും. അന്ന് എന്നെ നശിപ്പിച്ചത് ദേവൻ തമ്പ്രാനല്ലെന്ന് തെളിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെന്തോ ഉണ്ടാവാനാ തമ്പ്രാട്ടി. എന്റെ ജീവിതം നശിച്ചാലും സാരമല്ല തമ്പ്രാട്ടി. തമ്പ്രാൻ രക്ഷപ്പെടണം. തമ്പ്രാൻ നിരപരാധിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. എന്റെ ദേവേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കുക മാത്രമല്ല, നിന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് കൂടി എന്റെ കടമയാണ് വസുമതി. ഇതെന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എന്റെ കുഞ്ഞാണേ സത്യം. നിന്നെ നശിപ്പിച്ചവനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പിക്കും. അല്ലെങ്കിൽ അവൻ ഒരു മുഴം കയറിൽ തൂങ്ങും. തമ്പ്രാട്ടി ഈ പറയുന്നതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നശിച്ചു പോയ എന്റെ ഈ ജീവിതം തമ്പ്രാട്ടിക്ക് രക്ഷിക്കാനാവോ? ഇതെന്റെ വാക്കാണ് വസുമതി. പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ചെയ്യാൻ തമ്പ്രാട്ടി. തമ്പ്രാൻ നിരപരാധിയാണെന്ന് തെളിയുകയും എന്റെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യെങ്കിൽ അതിലും കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? തമ്പ്രാട്ടി എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. പറഞ്ഞോളൂ. ശരി തമ്പ്രാട്ടി, തമ്പ്രാട്ടി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇത് മാത്രം മതി വസുമതി, നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ. ഞാനിത് പ്രതീക്ഷിച്ചതാ വൈദേഹി. നീ അങ്ങനെ അങ്ങ് പിന്മാറുവോ? ദേവനോടുള്ള വിശ്വാസത്തില് ആണി വേര് വരെ നീ ഇളക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. വസുമതിയുടെ മനസ്സിലും തമ്പുരാനോട് ഭക്തിയാണെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടി ജീവൻ കളയാനും മടിക്കില്ല. അതുകൊണ്ട് അവൾ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. വസുമതിയുടെ മരണവും ദേവന്റെയും വൈദേഹിയുടെയും തലയിലാവണം. ദേവേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? നീ ഇതെവിടെ പോയതാ വൈദേഹി? ഈ അവസ്ഥയിൽ നീ ഇങ്ങോട്ട് വരാൻ പോലും പാടില്ലാത്തതാ. ഈ അസമയത്ത് നീ എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നേ? ഇവിടുത്തെ സാഹചര്യം നമുക്കൊട്ടും അനുകൂലമല്ലാത്ത ഒന്നാണെന്നറിയാലോ. അറിയാം ദേവേട്ടാ. അതുകൊണ്ടല്ലേ അതിനുള്ള കാരണം ആരാണെന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നേ. ദേവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തെളിയിക്കണം ദേവേട്ടാ. ദേവേട്ടന്റെ തലയിൽ ഈ പഴി ചാരി തന്നവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതുവരെ എന്നെക്കുറിച്ചോ എന്റെ അവസ്ഥയെക്കുറിച്ചോ എനിക്ക് ചിന്തിക്കാനാവില്ല. ഒന്നുകിൽ നമ്മൾ 3 പേരും ഒരുമിച്ച്, അല്ലെങ്കിൽ 3 പേരും ഉണ്ടാവില്ല. വൈദേഹി, അതെ ദേവേട്ടാ, നമ്മളെ തകർക്കാൻ ആരോ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ചെയ്യാത്ത തെറ്റിന് എന്റെ ദേവേട്ടൻ അനുഭവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. വിടില്ല ദേവേട്ടൻ ഞാൻ.
സത്യം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിന് വസുമതിയെ കണ്ട് സംസാരിച്ചിട്ട് വരിക. അവള് സത്യം എന്താണെന്നുള്ളത് ഭഗവതിയെ വെച്ച് ആണയിട്ട് നാട്ടുകൂട്ടത്തിന്റെ മുമ്പിൽ സമ്മതിച്ച കാര്യമല്ലേ? അതിലിനി പ്രത്യേകിച്ച് നീ എന്ത് ചോദിക്കാനാ? ആ സമയത്ത് ദേവേട്ടൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാ അവൾ അങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷെ ദേവേട്ടൻ അവളെ നശിപ്പിക്കുമെന്ന് അവക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതിന് നീയും അത് വിശ്വസിച്ചിട്ടൊന്നുമില്ലല്ലോ വൈദേഹി. പക്ഷെ ഇവിടെ വിശ്വാസത്തിലുപരി അവരുടെ കണ്ണുകൊണ്ട് കണ്ട തെളിവുകൾക്കല്ലേ പ്രാധാന്യം. അതേ അടിസ്ഥാനത്തിൽ തന്നെ വിധിയും. ആ വിധി അവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അതിലൊന്നും ചെയ്യാനുമില്ല. ദേവേട്ടൻ അങ്ങനെ നിരാശപ്പെടരുത്. ഇത് ഞാൻ എങ്ങനെയെങ്കിലും തെളിയിച്ചോളാം. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സത്യം അവിടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? അതാണ് എനിക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ തന്നെ വസുമതി ദേവേട്ടനടുത്ത് ബോധം കെട്ട് കിടക്കുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് വരെ അവള് ദേവേട്ടന്റെ ശബ്ദം മാത്രമാണ് കേട്ടത്. ദേവേട്ടൻ വസുമതിയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല വൈദേഹി, ആ സമയത്ത് ആരെയും വിളിക്കാനുള്ള ശക്തി പോലും എനിക്കുണ്ടായിരുന്നില്ല. മത്ത് പിടിച്ച പോലെ വേച്ച് വേച്ച ഞാൻ നടന്നു പോയത് തന്നെ. എവിടെ വീണു പോവുകയും ചെയ്തായിരുന്നു. അപ്പോ ദേവേട്ടനെ പോലെ ആരോ വിളിച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് വസുമതിയെ നശിപ്പിച്ചതും. എന്നിട്ട് ബോധം കെട്ടിക്കിടക്കുന്ന ദേവേട്ടന്റെ തലയിൽ ആ പഴി ചാരിയതും. അങ്ങനെ നമ്മളോട് ശത്രുതയുള്ളവരാരും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ആരെന്തു ചെയ്തു എന്നാ നമ്മൾ പറയാ? അതാ ദേവേട്ട എനിക്ക് മനസ്സിലാവാത്തത്. വരുണ് സുഹാസിനി ചെറുമ ആ മുറിയിലായിരുന്നു. പിന്നെ വേറെ ആരായിരിക്കും? ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് ആ വൃത്തികെട്ടവൻ എവിടെ പോയി ഒളിച്ചുന്നാ? നമുക്കവനെ പുകച്ച് പുറത്ത് ചാടിക്കണം ദേവേട്ട. പുകയ്ക്ക് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്പിളിയെ കവർന്ന കാർമേഘത്തെ പോലെ നമ്മുടെ ജീവിതത്തെ മറച്ചുവെച്ച ഈ കാർമേഘവും അകന്നു പോയിക്കോളും. ദേവേട്ട വന്ന് കഴിക്കാൻ നോക്കിയേ. വാ അമ്മേ. കുഞ്ഞുവാവേ, കുഞ്ഞുവാവേ. ദേവേട്ട, നമ്മുടെ മോള എന്നെ വിളിച്ചത്. കുഞ്ഞുവാവേ. അമ്മേ. പറ കുഞ്ഞുവാവേ, എന്താ ഇവിടെ നടക്കുന്നത്? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? ഞാൻ കണ്ട ദുസ്വപ്നവും നീ പറഞ്ഞതും ഒക്കെ അതേപടി നടക്കുന്നുണ്ട്. ഈ ആപത്തിൽ നിന്നും എങ്ങനെയാ രക്ഷപ്പെടുന്നത് കുഞ്ഞുവാവേ? ഇവിടെ എന്താ മോളെ നടക്കുന്നത്? അമ്മയെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളെ അവര് തളയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുഞ്ഞുവാവ എന്തേ പറയുന്നേ? അമ്മയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ വസുമതിയല്ലേ? അവർ അപകടപ്പെടുത്താൻ പോവാണ് അമ്മേ. എന്താ അവള് പറയുന്നേ? കുഞ്ഞാവയ്ക്കെല്ലാം അറിയാമോ? വസുമതിയെ അവരെന്തോ ചെയ്യാൻ പോവാ ദേവേട്ടാ. വസുമതി അവരെന്തിനു അപകടപ്പെടുത്തണം? പിന്നല്ലാതെ നമ്മളെ സഹായിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഈ ഭൂമിയിൽ നിന്ന് അവര് തുടച്ചു നീക്കും. കുഞ്ഞുവാവ പറഞ്ഞതതാ. സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്നെ സഹായിച്ചോളാമെന്നാ വസുമതി പറഞ്ഞത്. അപ്പോ അവൾക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് കുഞ്ഞുവാവ പറഞ്ഞത് അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. അവളെ കൊന്നുകളഞ്ഞ് ആ പഴിയും നമ്മുടെ തലയിലേക്ക് ഇടാനായിരിക്കും. ശരിയായിരിക്കും. വസുമതി എങ്ങാനും നമ്മളെ സഹായിച്ച സത്യം എന്താണെന്നുള്ളത് പുറത്തു വരും. അപ്പൊ പിന്നെ ആ വസുമതി അങ്ങ് കൊന്നുകളയുവാണെങ്കിൽ എന്നേക്കുമായി ഈ തെറ്റ് തെറ്റായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. ശരിയാ ദേവേട്ടാ, അതാണ് അവരുടെ പ്ലാൻ. വസുമതിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പിന്നിലും ദേവേട്ടനാണെന്നല്ലേ ഇവര് പറയൂ. മാത്രമല്ല വസുമതി ജീവനോടെ ഉണ്ടെങ്കിൽ ദേവേട്ടന് വസുമതിയെ കല്യാണം കഴിക്കാൻ ഒരു അവസരമെങ്കിലും കിട്ടിയേനെ. അവള് തന്നെ ഇല്ലാണ്ടായ ദേവേട്ടന് കയറുറപ്പാ. അത് തന്നെയായിരിക്കണം അവരുടെ പ്ലാൻ ദേവേട്ട. അവരെ അതിനെ അനുവദിക്കരുത് ദേവേട്ട. വസുമതിയെ എനിക്ക് രക്ഷിക്കണം, ഒപ്പം ദേവേട്ടനെയും രക്ഷിക്കണം. പോക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു. നേരം വെളുക്കുമ്പോഴേക്കും മാളത്തിലിരിക്കുന്ന എലി പുറത്തു വന്നിരിക്കും. കെണിയിൽ കുടുങ്ങുകയും ചെയ്യും. വേറെ വഴിയില്ലമ്മേ, കൊന്നേ പറ്റൂ.
എന്തിനാടാ കൊല്ലുന്നേ? എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഒരു കൊലപാതകം? ഞാനും കരുതിയത് അങ്ങനെയൊക്കെ തന്നെയാ. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ദേവൻ എന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നു കരുതിയാ അന്ന് അവളെ ഞാൻ വെറുതെ വിട്ടത്. പക്ഷെ ഇപ്പൊ അവളെ കയ്യിലെടുത്തോണ്ട് ദേവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനാ ഇപ്പൊ വൈദേഹി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശ്രമം മാത്രമല്ല, അവൾ അത് തെളിയിക്കും. അതെങ്ങനാടാ? ദേവനാണ് അവളെ നശിപ്പിച്ചെന്ന് അവള് തന്നെയല്ലേ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞത്. നാട്ടുകൂട്ടവും വിധി എഴുതി കഴിഞ്ഞു. ഇനി അവളത് മാറ്റി പറയാൻ വല്ല വകുപ്പും ഉണ്ടോ? അവളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളേ? ഓരോ തവണ ഇങ്ങനെയല്ലേ വിചാരിക്കാറ്. പക്ഷെ എല്ലാ തവണയും നമ്മൾ പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാലും ഇത്തവണ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. കുറച്ചു ദിവസം മുന്നേ അല്ലേ കാശടിച്ചു മാറ്റിയിട്ട് പിടിക്കപ്പെട്ടത്. അതുപോലെ ഞാൻ അറിയാത്ത എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടെങ്കിലോ? വസുമതിയെ പാട്ടിലാക്കി ആ തെളിവ് അവള് കൈവശപ്പെടുത്തിയാലോ? ഇനി അതല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എന്ത് പ്ലാനാണാവോ അവളുടെ മനസ്സിൽ? ഒന്നും പറയാൻ പറ്റില്ലമ്മേ. ദേവനെ അവൾ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവളെല്ലാം തകിടം മറിച്ച് കളയും. അവള് ദേവനെ രക്ഷിച്ചെന്നിരിക്കും. ശരിയാടാ, അവളത്ര നിസ്സാരക്കാരിയല്ല. കാലത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതി നശിപ്പിച്ചവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചിരിക്കുമെന്ന് വൈദേഹി പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിയതായിരുന്നു. അത് ശരി, വസുമതിയെ തന്നെ കയ്യിലെടുത്ത് ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കുന്നു. നമ്മൾ ഇത് വെറുതെ വിടാൻ പാടില്ല വരുണേ. ദേവൻ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, നിനക്കാ വസുമതിയെ കെട്ടേണ്ട ഗതികേടും ഉണ്ടാവും. തമ്പുരാനായ നീ ഒരു തമ്പുരാട്ടിയെ കെട്ടേണ്ടവനാ. കർഷകന്റെ മോളെ എങ്ങനെ കെട്ടേണ്ടി വന്നാലോ? കൊന്നുകളയടാ. നാളത്തെ സൂര്യോദയം അവള് കാണരുത്. അവളെ കൊന്നാ മാത്രം മതിയെങ്കിൽ അത് എളുപ്പമാ അമ്മേ. എന്റെ മനസ്സിലെ പ്ലാൻ വേറെയാ. അവളുടെ കൊലപാതകവും ആ ദേവന്റെ തലയിൽ തന്നെ വീഴണോ അമ്മേ? അതിന് നല്ലൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കണം. എന്ത് ചെയ്താലും ഇപ്രാവശ്യം ഒന്നും പാളിപ്പോരുത്. പാളിയ നിന്റെ ജീവിതം അവിടെ പണയം വെക്കേണ്ടി വരും. അത് ഓർമ്മയിരിക്കട്ടെ. ഇനി 10 മണിക്കൂറേ ഉള്ളൂ അമ്മേ. ദേവൻ അവൻ തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയോടുള്ള സ്നേഹം അവന്റെ കണ്ണു മറച്ചിരിക്കമ്മേ. അതിനുവേണ്ടി അവൻ ജീവൻ കളയാനും തയ്യാറാവും. എന്ത് പറഞ്ഞാൽ അവൻ കേൾക്കുക? ആരെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നാലും എങ്ങനെയും അവനെ ഒന്ന് രക്ഷിക്കണം. വൈദേഹി ഇപ്പോഴും സത്യം പുറത്തു കൊണ്ടുവരും. ദേവന് നിരപരാധിയാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ അതങ്ങ് തീർത്ത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? നേരം പോകുന്തോറും പേടി കൂടുക. ഈ അവസ്ഥയിൽ പേടി എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും? അവസാന നിമിഷം വരെ വിശ്വാസം കൈവിടരുത്. സത്യം പുറത്തു വരാൻ ഒരു ക്ഷണം മതിയമ്മേ. പക്ഷേ അതിനുള്ള ഭാഗ്യവും നമുക്കുണ്ടാവണം. എനിക്ക് ആ വിശ്വാസം ഉണ്ടമ്മേ. ഇതുവരെ വൈദേഹി എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ വിജയിക്കാതിരുന്നിട്ടില്ല. ഇപ്രാവശ്യം അവള് വിജയിക്കും. ദേവൻ നിരപരാധിയാണെന്ന് അവള് തെളിയിക്കും. ഊർമിളെ, ഞാൻ തന്ന കാശ് എവിടെ? അതിങ്ങെടുത്തിട്ട് വാ. ഏത് കാശ മോനെ? കർഷകർക്ക് കൊടുക്കാനുള്ള കാശ്. എന്തു വന്നാലും അത് അവർക്ക് തന്നെ കൊടുക്കേണ്ട കാശ് തന്നെയല്ലേ അമ്മേ? ദേവന് ഇതെന്താ പറ്റിയത്? അവന്റെ അവസ്ഥയെക്കുറിച്ച് അവനൊരു ചിന്തയില്ലല്ലോ. അവനെ കൊല്ലാൻ ശ്രമിക്കുന്നവർക്ക് അവൻ സഹായം എത്തിക്കാൻ നോക്കുന്നോ? അവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ എന്തൊരു മനുഷ്യനാടാ. അതാണ് ദേവന്റെ മനസ്സിലെ നന്മ. സ്വന്തം ജീവൻ ഒരു മുഴം കയറിൽ തൂങ്ങാൻ കാത്തിരിക്കുമ്പോഴും അവന് പ്രജകളെക്കുറിച്ചാണ് ചിന്ത. എന്നാലും നന്മ ചെയ്ത അതിന് ഫലം ഉണ്ടാവുമെന്നല്ലേ പറയാറ്. ഇപ്പോഴെങ്കിലും ദേവന്റെ മനസ്സിലെ നന്മ മനസ്സിലാക്കി ആ ജനങ്ങൾ അവനെ വെറുതെ വിട്ടിരുന്നെങ്കില്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കില്. ഞാനിപ്പോ എടുത്തോണ്ടുവരാം. തെറ്റ് ചെയ്തവരോട് പോലും പലപ്പോഴും ദൈവം ക്ഷമിക്കാറുണ്ടമ്മേ. അപ്പൊ തെറ്റ് ചെയ്യാത്ത നമ്മുടെ ദേവനെ ശിക്ഷിക്കില്ല. ദേവൻ ഈ കടമ്പ കടന്നു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അമ്മേ,
വൈദേഹി നമ്മുടെ കുടുംബത്തെ എത്രയോ ആപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ദേവന്റെ കാര്യം അവള് വിട്ടുകളയോ? നമ്മളെല്ലാവരും പേടിച്ചിട്ടും വൈദേഹി മാത്രം ധൈര്യമായിട്ടിരിക്കുന്നത് അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. അവൾ അവനെ രക്ഷിച്ചോളൂ അമ്മേ. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനു മുമ്പ് സത്യം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അരുതാത്തത് സംഭവിച്ചാലോ മോനെ? അവരുടെ രണ്ടുപേരുടെയും ബന്ധത്തിന് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴെല്ലാം വൈദേഹിയാണ് സംയോജിതമായി അതെല്ലാം മറികടന്ന് ഇവിടെ എത്തിയത്. ഇപ്പോഴും അവൾ അത് ഉറപ്പായി മറികടക്കും. ദേവൻ തീർച്ചയായും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറത്തു കിടക്കും. ഹലോ, പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഉണ്ടോ? മിസ്റ്റർ ദേവൻ, ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങൾ സംശയിച്ച പോലെ അൺയൂഷ്വൽ മൂവ്മെന്റ്സ് ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു വെരി മച്ച്.